1201 ആണ്ട് മകരമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പറയുന്നത്. അതായത് ചിങ്ങക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. 15/1/2026 മുതൽ 12/2/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ്. മകം നക്ഷത്രം, പൂരം നക്ഷത്രം, ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗവും ചേർന്നതാണ് ചിങ്ങക്കൂർ എന്ന് പറയുന്നത്. പ്രയാസപ്പെടുത്തിയിരുന്ന രോഗങ്ങൾക്ക്, എന്തെങ്കിലും രീതിയിൽ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് ആ ബുദ്ധിമുട്ടെല്ലാം മാറിക്കിട്ടും. അവർക്ക് ധനലാഭം പ്രതീക്ഷിക്കാം. ഈ മാസം അകാരണമായ ഭയം, എന്തും ഏതിനെയും ഭയപ്പെടുന്ന ഒരു സമയം, അത് മാറിക്കിട്ടും. ശത്രുക്കളെ കൊണ്ടുള്ള ശല്യങ്ങൾ കുറയും. സന്താനങ്ങൾക്ക് എന്തെങ്കിലും ദുരിതങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. മതപരമായ കാര്യങ്ങളിലുള്ള തടസ്സം വന്നിരുന്നതും അതും മാറിക്കിട്ടി നേരെയാകുന്നു. യുക്തിപരമായും ബുദ്ധിപരമായും ചിന്തിക്കുക, അല്ലെങ്കിൽ തിരിച്ചടി വന്നേക്കാം. ഭാര്യയോടും മക്കളോടുമുള്ള പിണക്കമെല്ലാം മാറിക്കിട്ടി സുഖമായിട്ടുള്ളൊരു കുടുംബജീവിതം നയിക്കുന്നതിന് സാധിക്കുന്നു. ചിങ്ങക്കൂറുകാർക്ക് അഷ്ടമശനിയുടെ കാലമാണ്. അതിൻ്റേതായിട്ടുള്ള ചില പ്രയാസങ്ങൾ ഉണ്ടാകാം. കാര്യതടസ്സങ്ങൾ വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. കാര്യം യാത്രാ ദുരിതവും വന്നേക്കാം. അതുപോലെ ദാമ്പത്യ കലഹം വരാതെ വളരെ ശ്രദ്ധിക്കുക. അപവാദങ്ങളും ഒക്കെ ഉണ്ടാകും. അതുപോലെ പ്രവാസി അവിടെ ജീവിതം നയിക്കുന്നവർക്കും വിദേശത്തൊക്കെ ഉള്ളവരും അവർ ശ്രദ്ധിക്കുക. ബന്ധുക്കളിൽ ആരെങ്കിലും മരണപ്പെടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഔദ്യോഗിക തലത്തിലാണെങ്കിൽ, പ്രൈവറ്റ് മേഖലയിലായിരുന്നാലും ഗവൺമെൻറ് മേഖലയിലായിരുന്നാലും നിങ്ങൾക്ക് അധിക ചുമതലകൾ നിങ്ങൾക്ക് ഏൽക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരാം. വേറെ ഏതെങ്കിലും ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥൻ ലീവ് എടുക്കുന്നത് കൊണ്ടോ അങ്ങനെയൊക്കെ ഏതെങ്കിലും സാഹചര്യത്തിൽ അധികമായ ചുമതലകൾ ഏൽക്കേണ്ടതായിട്ട് വരാം. വ്യക്തിത്വ പ്രതിസന്ധി വരാതെ വളരെ ശ്രദ്ധിക്കണം. ഔദ്യോഗിക ജീവിതത്തിൽ മധ്യസ്ഥത വഹിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വന്നാൽ വളരെ ആലോചിച്ച് വേണം ഇത് ഇടപെടേണ്ടത്. ആലോചനാശൂന്യമായ ഇടപെടലുകൾ നടത്തിയാൽ നിങ്ങൾക്ക് ധനനഷ്ടവും പല രീതിയിലുള്ള പരാജയവും വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി ഓരോ നക്ഷത്രക്കാരുടെയും വയസ്സനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. മകം നക്ഷത്രക്കാർക്ക്, ഇത് 2.5 വയസ്സ് വരെയുള്ള മകം നക്ഷത്രക്കാർക്ക് വളരെ മോശപ്പെട്ട അവസ്ഥയാകാം. അവർക്ക് രോഗം വരാം, ദാരിദ്ര്യം, കഷ്ടപ്പാടുകളൊക്കെ വരേണ്ട ഒരു സാധ്യതയുണ്ട്. 20 വയസ്സ് വരെയുള്ളവർക്ക് തടസ്സമില്ലാതെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നതിന് സാധിക്കുന്നു. അഥവാ തടസ്സം വരുമെന്ന് നമ്മൾ വിചാരിച്ചാൽ വിദ്യാഭ്യാസം പൂർത്തിയാകുമോ ഇല്ലയോ, ഇനി പഠിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു അവസ്ഥ മനസ്സിൽ വന്നിരുന്നാലും പക്ഷേ അതെല്ലാം ഭാഗ്യം കൊണ്ട് വിദ്യാഭ്യാസത്തിന് തടസ്സം വരാതെ പോകുന്നു. 20 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ഉള്ളവർക്ക് ധനനാശം വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. എങ്കിലും ഉന്നത വിദ്യാഭ്യാസം നേടുവാനായിട്ട് അവർക്ക് സാധിക്കും. വിദേശവാസം കാണുന്നു. ശരീരത്തിൽ മുറിവ്, ചതവ്, ഒടിവ് എന്നിവ വരുന്നതിന് ഒരു സർജറി നടത്തുന്നതിനുമുള്ള സാധ്യതയും കാണുന്നുണ്ട്. ബന്ധുജനങ്ങളിൽ ഉറ്റപ്പെട്ടവർ ആരെങ്കിലും മരണപ്പെടുവാനുള്ളൊരു സാധ്യതയുണ്ട്. വിവാഹം നടക്കാം. സന്താന ഭാഗ്യവും ഉണ്ടാകാം. 26 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് പ്രശ്നങ്ങൾ പലതും തുടങ്ങുവാനൊരു കാലമായി. സാമ്പത്തിക പ്രശ്നം വരാം. എങ്കിലും കാര്യങ്ങളെല്ലാം നടന്നു കിട്ടും. എത്ര സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും പണം എവിടുന്നെങ്കിലും വരും. മനസ്സിനിണങ്ങിയ ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കും. പുതിയ വാഹനം വാങ്ങാൻ സാധിക്കും. പുതിയ ഗ്രഹം വാങ്ങാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. 36 വയസ്സ് മുതൽ 43 വയസ്സ് വരെ ഉള്ളവർക്ക് ചില അസുഖങ്ങളാൽ വൈദ്യസഹായം വേണ്ടി വരുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. മേജർ സർജറി അല്ല ഉദ്ദേശിച്ചത്, ചെറിയ രീതിയിലുള്ള സർജറികളാണ്. വയറു സംബന്ധമായിട്ടാണ് കൂടുതലും സാധ്യത കാണുന്നത്. അതായത് അപ്പൻഡിക്സ്, ഹെർണിയ, പൈൽസ് മുതലായവ ഏതെങ്കിലും അവയവങ്ങൾക്ക് ചെറിയൊരു ഓപ്പറേഷൻ വേണ്ടി വന്നേക്കാം. അതുപോലെ വീടും വാഹനങ്ങളും വാങ്ങുവാൻ തീർച്ചയായിട്ടും സാധിക്കും. 43 വയസ്സ് മുതൽ 61 വയസ്സ് വരെ ഉള്ളവർക്ക് കാര്യങ്ങൾ വളരെ ആലോചിച്ച് വേണം, ബുദ്ധിപരമായും യുക്തിപരമായൊക്കെ ചിന്തിച്ചിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കാൻ. അല്ലെങ്കിൽ ഇതിൽ പരിചയസമ്പന്നരായ ആൾക്കാരോട് ഓരോ കാര്യങ്ങൾ കേട്ടറിഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട്. ചാടിക്കയറി ഒന്നും ചെയ്യല്. പുതിയ സംരംഭങ്ങൾ, സ്റ്റാർട്ടപ്പ് മാതിരിയുള്ളതൊക്കെ തുടങ്ങുമ്പോൾ അത് വളരെ ചിന്തിച്ച് വേണം തുടങ്ങാനായിട്ട്. 61 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് ധാരാളം ധനം ലഭിക്കേണ്ട സമയമാണ്. വേണ്ടും വിധം ഉപയോഗിക്കുക. മനസ്സമാധാനവും ഐശ്വര്യങ്ങളെല്ലാം ലഭ്യമാകുന്ന ഒരു സമയമാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലകൾ പല രീതിയിലും നിങ്ങൾക്ക് സംഭാവനകൾ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അടുത്ത പൂരം നക്ഷത്രക്കാർക്കുള്ളതാണ്. 15 വയസ്സ് വരെയുള്ള പൂരം നക്ഷത്രക്കാർക്ക് ബന്ധുക്കളുടെ ഒത്തുചേരലുകൾ കുടുംബത്തിൽ നടക്കാം. വിദ്യാഭ്യാസം ഒരു ബുദ്ധിമുട്ടുമില്ലാണ്ട് നിങ്ങൾക്ക് നടന്നു പോകാൻ സാധിക്കും. വാഹനങ്ങൾ ലഭ്യമാകാം. ചിത്രരചന മുതലായ കല അതെല്ലാം പഠിക്കാൻ സാധിക്കും.
15 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ളവർക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങൾ വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ധനനഷ്ടം വരാതെ ശ്രദ്ധിക്കുക. വാഹന അപകടങ്ങൾ ഇത് കാണുന്നതിനാൽ സാധ്യത കാണുന്നതിനാൽ വളരെ ശ്രദ്ധിച്ച് വാഹനങ്ങൾ ഓടിക്കുക. വിദേശത്തോ അന്യ സംസ്ഥാനങ്ങളിലേക്കോ നിങ്ങൾ ജോലിക്കായിട്ട് പോകേണ്ട ഒരു സാഹചര്യം വരാം. 21 വയസ്സ് മുതൽ 31 വയസ്സ് വരെ ഉള്ളവർക്ക് വളരെ ഗുണകരമായ ഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു. നിലവാരമുള്ള ഒരു നല്ല വിദ്യാഭ്യാസം നിങ്ങൾക്ക് ലഭിക്കാനും അതുപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നല്ലൊരു തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ഇഷ്ടപ്പെട്ട വാഹനം, വീട് എന്നിവ വാങ്ങാനും സാധിക്കുന്നു. 31 വയസ്സ് മുതൽ 38 വയസ്സ് വരെ ഉള്ളവർക്ക് ചില സർജറികൾ വേണ്ടി വരാം. വിദഗ്ധ ചികിത്സ നിങ്ങൾക്ക് ലഭിക്കാം. തീപ്പൊള്ളലോ ഇലക്ട്രിക് ഷോക്കോ ഉണ്ടാകുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. ഇടിമിന്നലിൽ നിന്ന് നിങ്ങൾക്ക് പൊള്ളലേറ്റാലും മതിയാകും. പോലീസ് കേസ്, കോടതി നടപടികളൊക്കെ ഉണ്ടാവേണ്ട ഒരു സാധ്യതയുണ്ട്. 38 വയസ്സ് മുതൽ 56 വയസ്സ് വരെ ഉള്ളവർക്ക് മരണഭയം ഉണ്ടാകാം. കാരണം എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുമ്പം അവർ മരിക്കുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവാം. ജീവിതത്തോട് വെറുപ്പും നിരാശയും ഉണ്ടാകേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. കുറച്ച് ഡിപ്രഷനൊക്കെ ഉണ്ടാകേണ്ട ഒരു സാധ്യതയുണ്ട്. ബുദ്ധിപരമായി പ്രവർത്തിക്കേണ്ട പല കാര്യങ്ങളും ബുദ്ധിശൂന്യതയിലേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാൻ സാധിക്കും. അതൊക്കെ ശ്രദ്ധിക്കുക. 56 വയസ്സ് മുതൽ 72 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത്രയും കാലം അനുഭവിച്ച എല്ലാ കഷ്ടതകൾക്കും വേദനകൾക്കും ദുരിതങ്ങൾക്കും എല്ലാം നിങ്ങൾക്ക് പരിഹാരം ലഭിച്ചുകൊണ്ട് നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഈ കാലഘട്ടത്തിൽ ലഭിക്കുന്നതാണ്. 72 വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവർക്ക് കുറച്ച് മോശം സമയമാണ്. ചെയ്യാത്ത തെറ്റിന് പഴികേക്കാം. ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥ വരാം. ചിലർക്ക് വിദേശവാസവും കാണുന്നുണ്ട്. ഇനി അടുത്ത് ഉത്രം നക്ഷത്രക്കാർക്കുള്ളതാണ് പറയുന്നത്. 10 വയസ്സ് വരെയുള്ള ഉത്രം നക്ഷത്രക്കാർക്ക് ഒരു പരിധിവരെ നല്ല സമയമാണ്. കുടുംബത്തിൽ ധനം വരാം. വസ്തുവകകൾ, അതായത് പാർട്ടീഷൻ ചെയ്തൊക്കെ നിങ്ങൾക്ക് വസ്തുവകൾ ലഭിക്കാം. വീട് എന്നിവ ലഭിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. പിന്നെ ആസ്മ, ശ്വാസമുട്ടൽ പോലുള്ള ശ്വാസകോശ രോഗങ്ങൾ വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെ ഉള്ളവർക്ക് ഒരു സർജറി വേണ്ടി വന്നേക്കാം. വലിയ സർജറി ഒന്നുമല്ല, ചെറിയ രീതിയിൽ ചില രോഗങ്ങൾ വരാം. ചെയ്യാത്ത തെറ്റിന് പഴികേൽക്കേണ്ടതായിട്ട് വരാം. പോലീസ് പരാതി, കോടതി കേസ് എന്നിവ വരുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന് തടസ്സം വരാതെ വളരെ ശ്രദ്ധിക്കുക. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്ക് ധനനാശം കാണുന്നു. ബുദ്ധിയും യുക്തിയും കൂടി ചേർന്ന് ആലോചിച്ച് ഓരോ കാര്യങ്ങൾ തീരുമാനിച്ചില്ലെങ്കിൽ വൻ നഷ്ടങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പല ആപത്തുകളും വരാം. ഇതൊക്കെയാണെങ്കിലും ഉയർന്ന വിദ്യാഭ്യാസം ഒരിക്കലും നിങ്ങൾക്ക് തടസ്സപ്പെടില്ല. അതെല്ലാം നിങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നല്ല തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെ ഉള്ളവർക്ക് മുൻകാലങ്ങളിൽ അനുഭവിച്ച എല്ലാ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാനഹാനികളെല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടി വളരെ ഗുണം ചെയ്യുന്ന ഒരു സമയമാണ്. ബുദ്ധിക്ക് നിങ്ങൾക്കൊരു സ്ഥിരത വരുന്നു. നിങ്ങളെ ഡിപ്രഷനും മറ്റുള്ള എല്ലാ മാനസിക ചിന്തകളും മാറിക്കിട്ടുന്നു. നന്മയും തിന്മയും നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഭഗവാൻ തരുന്നു. സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു. 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് കുറച്ച് കരുതലോടെ ഇരുന്നാൽ നിങ്ങൾക്ക് എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാവുന്നതാണ്. അപമാനം, മാനഹാനി എന്നിവ വരാതെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. അത്തരം പ്രവൃത്തികളിൽ ഒരിക്കലും നിങ്ങൾ പങ്കാളിയാകാതിരിക്കുക. ഇണയുടെ മരണം നിങ്ങൾക്ക് ഒരുപക്ഷെ ഭയങ്കരമായ ദുഃഖം നിങ്ങൾക്ക് ഉണ്ടാകാം. ഈ സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് നിങ്ങൾ പോകുന്നതിനും അവിടെ താമസിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. 70 വയസ്സിന് മുകളിലോട്ടുള്ള അവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. ചില രോഗങ്ങൾ വരാം എന്നുണ്ടെങ്കിൽ തന്നെയും അതൊക്കെ ഭേദമാകാം. ആരുടെയും ഒരു ചതിയിൽപ്പെടാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. ധനവും ധാന്യങ്ങളും ഇഷ്ടം പോലെ ലഭിക്കാം. ഒരു അതിസാരമോ അല്ലെങ്കിൽ ദഹന സംബന്ധമായോ അസുഖങ്ങൾ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ഫലങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാകുന്നു. നിങ്ങൾക്കുള്ള ജാതകപരമായോ പൂജാപരമായോ മുഹൂർത്തപരമായോ വാസ്തുപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ മകരമാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.